ചിത്രേ, പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആണ് രമേശ് പിഷാരടി, ശോഭ, അറിയാമല്ലോ കാൻഡിഡേറ്റ്സിനെയൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഒരു ഒന്നെങ്കിൽ കോൺഗ്രസിലേക്ക് പോവാം അല്ലെങ്കിൽ BJP-യിലേക്ക് പോവാം എന്ന രീതിയിലൊരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് പാലക്കാട് സീറ്റ്. അപ്പോൾ അതേ പാലക്കാട് സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുന്നത് നമ്മൾ കേട്ടിരുന്നു. അതിനൊക്കെ ഒരുപടി മുമ്പേ മോദി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും അതേപോലെ തന്നെ പാലക്കാടിനെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. തൃശ്ശൂർ നമ്മൾ കണ്ടതാണ്, ഇപ്പുറത്ത് സുരേഷ് ഗോപി, അപ്പുറത്ത് പത്മജ വേണുഗോപാലൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നതൊക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് മോദിയുടെ ഒരു രീതിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുത്തെ ഈ CPM കോൺഗ്രസ് അടിയെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഇവിടെ ഇവർ തമ്മിലടിക്കും, കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. ഇത്തരം കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ മണ്ഡലം തിരിച്ച് പറയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം പാലക്കാട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി സംസാരിച്ചിരിക്കുകയാണ് മോദി. ഇതിനു മുൻപ് ചിത്രയ്ക്ക് ഓർമ്മ കാണും, ഗോപാൽജിയുടെ ഒരു ഡാൻസ് രാഹുൽ ഗാന്ധി അവിടെ പ്ലേ ചെയ്തിട്ട് പാൻ ഇന്ത്യൻ ഗോപാൽജി എന്നൊരു പട്ടം കേട്ടിട്ടുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ രാഹുലാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. മോദി ഇവിടെ വന്ന് രാഹുലിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി രാഹുലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഫേസ്ബുക്കിൽ ഇത് കേട്ട ഉടനെ പുള്ളി പ്രതികരിച്ചിട്ടുണ്ട്. താൻ ഇവിടെ വന്ന് എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷയെ പറ്റി പറയാൻ തനിക്ക് എന്താണ് യോഗ്യത? ഇതാണ് രാഹുൽ ചോദിച്ച ആദ്യത്തെ ചോദ്യം. അതിനുശേഷം ഒരു നീണ്ട പാരഗ്രാഫാണ്. അതിൻ്റെ ഏറ്റവും അടിയിൽ ചോദിച്ചിരിക്കുന്ന വാചകം കൂടെ ഞാൻ പറയാം. അതിൽ പറഞ്ഞിരിക്കുന്നത്, ആദ്യം താൻ തൻ്റെ കണ്ണിലെ കരടെടുത്തിട്ട് എൻ്റെ കണ്ണിൽ തോണ്ടാൻ വരിക, എനിക്ക് തന്നോട് പേടിയില്ല. രാഹുലിന്റെ ഒരു കംബാക്ക് ആണോ കാണുന്നത് മോദിയുടെ കണ്ണിൽ കരടിട്ടിട്ട്? ഇത് രാഹുലിന്റെ വിവരമില്ലായ്മയെന്ന് ഞാൻ പറയും. കാരണം എന്താന്ന് വെച്ചാൽ രാഹുല് അപ്പോഴും ആലോചിക്കണം രാഹുലിന് ഇത് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു യോഗ്യത എന്നുള്ളത്. കാരണം സ്ത്രീ സുരക്ഷയെ പറ്റി പറയുമ്പോഴേക്കും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനത് എടുത്തെടുത്തെടുത്ത് പറയാനായിട്ട് തന്നെ എനിക്ക് മടിയാണ്. ഞാനും കുറെയൊക്കെ എന്താ പറയാ, ആളെ പറയുമ്പോഴേക്കും ഞാൻ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഇച്ചിരി കടന്നായി പോയി എന്നുള്ളത് എനിക്ക് തോന്നി. അത് എനിക്ക് മോദിനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ബേസിക്കലി എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കുറ്റം പറയണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് എത്തിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് പറയാനുള്ളൊരു യോഗ്യത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഞാൻ ആ ഒരു കാര്യം തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് ഇതുവരെ ആയിട്ടും ഒരു പീഡനത്തിന്റെ പരാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവിഹിതം ഉണ്ടായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ പെണ്ണുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഇതുവരെ കാണാനൊന്നും സാധിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ രാഹുൽ ഇതൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പൊളിറ്റിക്സിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനായിട്ടുള്ള ഒരു അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി ആ കാര്യത്തിൽ ക്ലിയർ ആണ്. രാഹുൽ ആ കാര്യത്തിൽ ക്ലിയർ ആണോ എന്നുള്ളത് രാഹുൽ തന്നെ ചിന്തിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളൂ. വിവിധ സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടാണ് ചിത്ര സംസാരിച്ചിരിക്കുന്നത്. അതിനകത്തിൽ ഈ ലൈംഗിക അതിക്രമണം അതൊന്നും അല്ല ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അത് ആദ്യം പറയേ ചെയ്യരുത്. സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ സ്ത്രീകള് രാത്രി പുറത്തിറങ്ങി നടക്കുന്നതിനെ കുറിച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല. ഒരു പെണ്ണിനെ ഒരാണ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചാണ് അയാളുടെ ബേസിക് നേച്ചർ തന്നെ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ അടുത്ത് ഒരാണ് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആരെങ്കിലും വന്നിട്ട് നമ്മളിത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യാണെന്ന് വിചാരിക്കും. അതായത് മോശമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഇത് ബിഹേവ് ചെയ്യാന്നിരിക്കും. ആദ്യം അയാൾക്ക് എത്ര മാർക്ക് കൊടുക്കും? തീർച്ചയായും ഒന്നും കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് അത് മൂത്രപ്പുര ഉണ്ടാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തതുകൊണ്ടോ സ്ത്രീകളെ സുരക്ഷിതമായിട്ട് ഇതാക്കിയിട്ടോ ഉണ്ടോ ഒന്നും കാര്യമില്ല. ഇതില് രാഹുൽ പറഞ്ഞിട്ടുള്ളത്, ഇതിനു മുൻപ് ഈ സ്പോർട്സ് കോട്ടയുമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ വിനേഷ് ഫോഗോട്ടും സാക്ഷി മാലിക്കും ഒക്കെ അവിടെ കേന്ദ്രത്തിന് മുൻപിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കണ്ട വിഷ്വൽസ് ആണ്. സാക്ഷി മാലിക്കിനെയും വിനയ് ഫോർട്ടിനെയും ഒക്കെ പിടിച്ച് വലിച്ച് അടിച്ചൊക്കെ ഈ പോലീസ് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതിന്
അതിനുശേഷം അവർക്ക് കിട്ടിയ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തു പോയി പ്രതിനിധീകരിച്ച് കിട്ടിയ മെഡലുകളൊക്കെ കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് തിരിച്ച് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഇത് ആവശ്യമില്ല എന്ന രീതിയിൽ. അന്നും ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു മധുര പ്രതികാരമായി നമ്മൾ കണ്ടത് വിനയ് ഫോഗട്ട് ഒളിമ്പിക്സിൽ പോയ സമയത്ത് 100 ഗ്രാമിന്റെ ഒരു ഇതില് എന്ന് വെച്ചാൽ സാധാരണ ഇത് നേരത്തെ അറിയിക്കും. ഇതൊന്നും അല്ല, ഇവർ അതിൽ പോകുന്ന ഒരു ഫൈനൽ റൗണ്ടിലാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം വന്നത്. അപ്പോഴും വിനയ് ഫോഗട്ടിന്റെ ആ ഒരു എഫേർട്ടിനെ ചൊല്ലി ഈ രാജ്യം കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഏത് സർക്കാർ നിങ്ങളെ വിലക്കിയാലും പക്ഷെ നിങ്ങളുടെ എഫേർട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ആ ഒരു ഒളിമ്പിക്സ് മെഡലിനെക്കാട്ടിൽ മൂല്യമാണ് വിനയ്ക്ക് നമ്മൾ നൽകുന്നത് എന്നൊരു രീതിയിലായിരുന്നു കണ്ടിരുന്നത്. പിന്നീട് ഒരു എഴുത്തുകാരിയുമായി ബന്ധപ്പെട്ട് മോദിയെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് നേരിട്ട് കൊടുക്കാൻ താല്പര്യം, അങ്ങനെ കുറെ ഒരു ഫാക്ടേഴ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷേ താൻ ചെയ്തതും തെറ്റാണ്, അതാണ് രാഹുൽ പറയുന്നത്. അപ്പൊ താൻ തെറ്റ് ചെയ്തിട്ട് താൻ എന്റെ പേരിൽ വന്ന് ഞാൻ തെറ്റ് ചെയ്തു എന്ന് എന്തിനാണ് പറയുന്നത്? നമ്മൾ രണ്ടുപേരും തെറ്റല്ലേ ചെയ്തത്. അപ്പോ ആദ്യം താങ്കൾ ചെയ്ത സ്ത്രീകളെ വേദനിപ്പിച്ച തെറ്റ് തിരുത്താൻ നോക്കുക, അതിനുശേഷം ഞാൻ ചെയ്ത തെറ്റ് തിരുത്തിയാൽ പോരെ. പക്ഷെ അതിൽ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ തന്നെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരാള് കേരളത്തിലെ പാലക്കാട് മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഇവിടെയാണ് രാഹുൽ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പൊ KC വേണുഗോപാലിനെ പോലെയോ ഷാഫി പാർലമെന്റിലുണ്ടെന്നൊക്കെ വരാം. ഇവരെ ഒരു ഗ്രൂപ്പിൽ പെടുന്ന രാഹുൽ ഇവിടെ മാത്രമാണ്. കേന്ദ്രത്തിൽ അത്രയങ്ങ് ഹോൾഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അങ്ങനെ ഒരാളെ ഇവിടെ പാലക്കാട് വന്ന് മോദി പറയണമെങ്കിൽ അത് പുള്ളിയുടെ ഒരു റേഞ്ച് തന്നെയാണ്. നമുക്ക് അതിനകത്ത് വലിയ റേഞ്ച് ഒന്നുമില്ല, അതിനകത്ത് വലിയ റേഞ്ച് ഒന്നുമില്ല. കാരണം ഇത് ആളുകളൊക്കെ അറിഞ്ഞ് നാട്ട കേസായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴേക്കും ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇപ്പൊ പാലക്കാടേക്ക് പോവുകയാണ്, അപ്പോ അവിടത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രമാണ് മോദി അത് പറഞ്ഞിട്ടുണ്ടാവുക. ഇല്ലാതെ അങ്ങനെ ഒരാളെ കരിവാരി തേക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ മണ്ഡലം തിരിച്ചൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. രാഹുലിന് അത് ആവശ്യമായിരുന്നു, അതുകൊണ്ട് രാഹുലിന് കിട്ടി, ബോധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും രാഹുലിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് ബാക്കി കാരണം ഇതിന് മുൻപ് വന്ന സമയത്തും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് സോളാർ കേസിനെ പോലും മോദി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ വികസനത്തെ പറ്റിയിട്ട്, അതേപോലെ കോൺഗ്രസ് CPM ഈ ബോണ്ട് അല്ലെങ്കിൽ ഡീലുകളെ പറ്റി ഇതൊക്കെ ആദ്യം തൊട്ട് പറഞ്ഞു തുടങ്ങിയത് നരേന്ദ്രമോദിയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു നിയമസഭയിൽ ഇത് ഡീല് ട്രെൻഡിങ് ആയി വന്നത്. അപ്പോഴാണ് നരേന്ദ്രമോദി അവിടെ വന്നിട്ട് ഇപ്പൊ രാഹുലിനെ പറ്റി പറയുന്നത്. രാഹുൽ ആണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് രാഹുലിന്റെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിത്രം. ഒരു കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണെന്ന രീതിയിൽ ആദ്യം ശ്രീ പിണറായി വിജയന് വേണ്ടിയിട്ടായിരുന്നു കുറെ എഴുത്തുകൾ എഴുതിയത്. അതിനുശേഷം ഇപ്പോ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട്, അതേപോലെ എന്ന് വെച്ചാൽ നേരത്തെ ആണെങ്കിൽ ഇദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലീഗലി എന്തെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വിലക്കുണ്ടായിട്ടുണ്ടായിരിക്കും, ഇപ്പൊ പ്രതികരിക്കേണ്ടെന്ന രീതിയിൽ. പക്ഷെ ആ ഒരു പ്രതികരണങ്ങൾ മാറി. പ്രതികരണത്തിന്റെ ഊർജ്ജസ്വലത കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിജീവിതമാരൊക്കെ കോടതിയിലേക്ക് പോകുന്നു. ഒരാള് മാത്രമല്ല, അതിജീവിതം 6 എന്നാണ് കൊടുത്തിരിക്കുക. അപ്പൊ മൂന്ന് കേസുകളല്ലേ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട്. 3 പേരോടാണ് പോകുന്നത്. വ്യക്തി അധിക്ഷേപം, സൈബർ ബുള്ളിങ് ആണ് അവർ നേരിടുന്നത്. അതിന് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി നൈനാന്റെ പേരിൽ കേസ് കൊടുക്കുന്ന രീതിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലേക്ക് രാഹുലിന്റെ തിരിച്ചുവരവെന്ന് പറയുന്നത് അത് നമ്മൾ കാണുന്ന ഈ ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളുള്ള തിരിച്ചുവരവ് മാത്രമല്ല, സൈഡിൽ കൂടെ മറ്റു പരിപാടികളും നടത്തുന്നുണ്ട്. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ തന്നെ അവർക്ക് സൈബർ ബുള്ളിങ് കിട്ടുകയും അവർ കോടതിയിലേക്ക് പോകുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. സർക്കാരിനെ അല്ല സമീപിച്ചിട്ടുള്ളത്, ഡയറക്റ്റ് കോർട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അധിക്ഷേപം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും അതിന്റെ ഇടയ്ക്ക് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ തെളിവുകൾ പുറത്തേക്ക് വിടുമെന്ന്. ആ ഒരു തെളിവുകൾക്ക് വേണ്ടിയിട്ട് രാഹുലിന്റെ നേതൃത്വം മാത്രമല്ല ശ്രീ പിണറായി വിജയൻ സർക്കാരും അതേപോലെ മാധ്യമങ്ങളും വെയിറ്റിംഗിലാണ്. രാഹുലിന്റെ പക്കൽ എന്താണ് ആ പറയുന്ന തെളിവുകൾ ഉള്ളത് എന്നുള്ള രീതിയിൽ. കാരണം പുള്ളി സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടാണ് പറയുന്നത്. താൻ അനുഭവിക്കും അല്ലെങ്കിൽ താൻ അറിയും, തന്റെ കള്ളികൾ പുറത്തു വരും, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ഇനി ഇദ്ദേഹം പുറത്തേക്ക് വിടാൻ പോകുന്ന തെളിവുകൾ സർക്കാരിനെ പ്രതിക്കൂട്ടി
പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന സർക്കാരിലെ ഭരണകൂടത്തിൽ ഏതെങ്കിലും ഒക്കെ മിനിസ്റ്റേഴ്സോ അധികാരികളൊക്കെ ഇതിനകത്ത് പെടുന്ന ആൾക്കാരുണ്ടോ, അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവർക്ക് പ്രതിക്കൂട്ടിലാവേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിയുടെ ഈ അതിജീവിതപരമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇയാൾക്ക് മാത്രമല്ല തെറ്റ്, അവരും തെറ്റുകാരാണെന്നുള്ളത് പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഇത് ഇവരിൽ മാത്രം ഒതുങ്ങി പോകുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ നിങ്ങളെ പേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി എന്തെങ്കിലും പുറത്തേക്ക് വിടണം. അപ്പൊ അത്തരത്തിൽ കുറേയധികം തെളിവുകളുള്ള സൂട്ട് കേസുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടാണ് കോലിടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി വന്നത്. പക്ഷേ ഞാൻ പേടിക്കില്ല. പേടിക്കാനാണെങ്കിൽ ഞാൻ പണ്ടേ പേടിച്ചേനെ. ഇതിലും വലുത് കണ്ടിട്ട് പേടിക്കാത്ത, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറവും ചാടി കടന്നവനാണ് കെ ജോസഫ് എന്ന് പറയുന്ന പോലാണ് രാഹുലിന്റെ ഒരു നർമ്മം കലർത്തിയിട്ടുള്ള മറുപടികൾ. എന്തായാലും രാഹുൽ കൃത്യമായി പ്രതികരണങ്ങളുമായൊക്കെ മുമ്പോട്ടുണ്ട്. ഇതിന് മുൻപത്തെ കാലം നേരത്തെ പോലെയൊന്നും അല്ല. ഈ കുറിക്ക് കൊള്ളുന്ന വാക്കുകൾ പറയുകയും അപ്പുറത്ത് നിൽക്കുന്ന ആളിനി വാതുറക്കില്ല. നിലവിൽ ഇതുവരെ ശ്രീ പിണറായി വിജയനെ പറഞ്ഞതിനെതിരെ ഒന്നും അപ്പുറത്തൊന്നും വന്നിട്ടില്ല. അതായത് ചില ആൾക്കാർ മൗനം പാലിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ നമുക്ക് ആ ഒരു കാര്യത്തിൽ അത് സൈലന്റ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്, ഇവരാ മറുപടി അർഹിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അങ്ങനെ ചിലർ മൗനം പാലിക്കുന്നത്. ഇപ്പൊ രാഹുല് പ്രൂഫുകളായിട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അമ്മച്ചി സൂട്ട് കേസ് എന്ന് പറയുന്ന പോലെ കൊണ്ടുവരട്ടെ.